ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോര് കാച്ചിയത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്കിത് മാത്രം മതി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മീഡിയം പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 4-5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒരു 4-5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുന്നതോട് കൂടി തന്നെ നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നീളനെ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി മാത്രം ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുന്നതോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞതും 2-3 പച്ചമുളക് നടുവേ കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഒന്ന് വഴണ്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് തിളയ്ക്കാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ഒന്ന് ചൂടായിട്ട് വരാനേ പാടുള്ളൂ, തിളയ്ക്കാനായിട്ട് പാടില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ് പോവും. അപ്പോൾ ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.